നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. തുടർച്ചയായ ഒരു ഗ്ലോബൽ ഫോളിന് ശേഷം ഇന്നലെ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും റിക്കവറി രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഡേറ്റ ഈ ഒരു റിക്കവറിന് പിന്തുണയ്ക്കുന്നുണ്ട്. US നിന്ന് ADP പേറോൾ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ബെറ്റർ ഡേറ്റയാണ്, എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും ഒരു ബെറ്റർ ഡേറ്റയാണ് വന്നത്. അത് US മാർക്കറ്റിനെ റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ ഒരു ഡേറ്റ വരും മുമ്പ് തന്നെ യൂറോപ്യൻ മാർക്കറ്റ് റിക്കവറി മോഡിൽ തന്നെയായിരുന്നു ഇന്നലെ സെക്കൻഡ് ഹാഫിൽ. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ US വിക്സ് ക്രാഷായി 7% ക്രാഷായി 21. നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ് ആയിരുന്നു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 4% സ്പൈക്ക് രേഖപ്പെടുത്തിയ ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണ്. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് $5180 പെർ ഔൺസ് ഇന്നും ഉയർന്നു. സിൽവറും ഉയർന്നു 2%. ബിറ്റ്കോയിനും $4000 ഉയർന്ന് 73,000 ആയിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപ് ബിറ്റ്കോയിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് കമന്റ് പറഞ്ഞിരുന്നു. ബ്രന്റ് ഓയിലും 83 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 24,741 എന്ന നിലയിലാണ്. നമുക്കൊരു 150 പോയിന്റ് വരെയൊക്കെയുള്ളൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ നിൽപ്പ്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസും മറ്റുള്ള കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ICICI HDFCയും നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. പക്ഷേ എക്സ്റ്റൻഡ് അവേഴ്സിൽ വീണ്ടും പോസിറ്റീവിലേക്ക് മൂവ് ചെയ്തു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US IT കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കമ്പനീസ് എല്ലാം തന്നെ 6% റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവാണോ, യുദ്ധം മാറിയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ യുദ്ധം മാറിയിട്ടില്ല. US ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഒരു 5 ആഴ്ച പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ യുദ്ധം ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് US-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കമൻറ്റ്. എന്നാൽ പോസിറ്റീവായ ഒരു കാര്യം ഇന്നലെ ഉണ്ടായിരുന്നത്, ഈ ഇറാനിയൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ അമേരിക്കൻ CIA ആയിട്ട് ഒരു അൺഒഫീഷ്യൽ ചർച്ചകൾ നടത്തി യുദ്ധം രമ്യതയിലേക്ക് പോയേക്കാം എന്നുള്ളൊരു ന്യൂസ് ന്യൂയോർക്ക് ടൈംസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫർദറായിട്ട് ഇറാൻ അത് ഡിനൈ ചെയ്തു. അത് അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ യുദ്ധത്തിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അത് 5 ആഴ്ച പ്ലാൻ ചെയ്ത ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുമുണ്ട്. കൂടാതെ ഈ ലെബനനിലുള്ള ഇറാനിയൻ സപ്പോർട്ടായിട്ടുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ അതിനെയും ആക്രമിക്കാനായിട്ട് ഇസ്രായേൽ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ യുദ്ധം ഡെവലപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് ഉള്ളത്. അല്ലാതെ യുദ്ധത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൂൾ ഡൗൺ ആയിട്ടുള്ള തീരുമാനങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ മീൻ ചെയ്തത് മാർക്കറ്റിൽ പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റ് കനത്ത ഒരു ഇടിവിന് ശേഷം ഒരു തിരികെ വന്നു, അങ്ങനെ നോക്കി കണ്ടാൽ മതി. അല്ലാതെ യുദ്ധം മാറിയത് കൊണ്ടല്ല മാർക്കറ്റ് തിരികെ വന്നത്. ആ ഒരു അൺസർട്ടനിറ്റി, ആ ഒരു ഫിയർ സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ റാലി ചെയ്യുമ്പോഴാകാം പെട്ടെന്നൊരു ഫോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ഷണൽ ട്രേഡ് പിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. 2 രീതിയിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്താൻ ഉള്ള സാധ്യതകളുണ്ട്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകുകയാണെങ്കിൽ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. രാംകി ഇൻഫ്ര, BSE അതിന് നോക്കാം. BSE നെക്സ്റ്റ് 30 ഇൻഡെക്സ് ഡെറിവേറ്റീവിൽ വരും എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അത് സെബി അപ്രൂവ് ചെയ്തു. GRSE കമ്പനി അവരൊരു പുതിയ ബൾക്ക് കാരിയർ അക്യൂർ ചെയ്തു. രാംകി ഇൻഫ്ര കമ്പനി അവർക്കൊരു പുതിയ EPC കോൺട്രാക്റ്റ് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചു, 1400 കോടി രൂപയുടെ. വക്രാങ്കി കമ്പനി ഹോം ഫിനാൻസ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ടൈഗർ ഹോംസ് ആയിട്ട് അവർ ടൈപ്പ് ചെയ്തു. മോഡീസ് നവനിർമ്മാൺ കമ്പനി 160 കോടി രൂപയുടെ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഓർഡർ ലഭിച്ചു. ഇതാണ് വാർത്തകളുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ICICI ബാങ്കും HDFC ബാങ്കും എല്ലാം തന്നെ ADRൽ 2% വീതം സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ICICI ബാങ്കും HDFC ബാങ്കും നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. ഓൾറെഡി തന്നെ ഇന്നലെ
IT കമ്പനീസ് പോസിറ്റീവായിരുന്നു. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിലനിന്നേക്കാം. കാരണം US IT കമ്പനീസ് പോസിറ്റീവാണ്. കൂടാതെ തന്നെ ADRൽ നമ്മളുടെ ഇൻഫോസിസോ വിപ്രോയോ പ്രോഫിറ്റ് ബുക്കിങ്ങും തന്നെ നടത്തിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.